അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്നു പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. പ്രത്യേകിച്ച് ഇതുവരെ നമ്മോട് ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുകയായിരുന്ന പ്രിയ വർക്കിച്ചാനും, അടുത്ത ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മ എല്ലാവരെയും പല സമയ മേഖലകളിലായി പിന്നെയും ദൈവം കാക്കുമാറാകട്ടെ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിലാണ്. 19, 20, 21, 22 അധ്യായം. ന്യായവിധികൾ ലോകത്തിന്മേലുള്ളത് തീർന്നു. ഇനിയും സാത്താന്റെയും മരിച്ചവരുടെയും ന്യായവിധികൾ വരുന്നതേ ഉള്ളൂ. അല്ലാതെ ലോകത്തിന്റെ മേൽ ദൈവം ചൊരിഞ്ഞുകൊണ്ടിരുന്ന ന്യായവിധികൾ അവസാനിച്ചു. അതിനുശേഷം ദൈവസഭയ്ക്ക് ഏറെ സന്തോഷം തരുന്ന വിശുദ്ധന്മാരുടെ പ്രത്യാശയായ വിഷയങ്ങളിലേക്ക് 19 അധ്യായം കടക്കുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടെ അതിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കാം. 1, 2, 3 and 4. After this I heard what seemed to be a loud voice of a great multitude in heaven, crying out, Hallelujah! Salvation and glory and power belong to our God, for his judgments are true and just. For he has judged the great prostitute, who corrupted the earth with her immorality, and has avenged on her the blood of his servants. Once more they cried out, Hallelujah! The smoke from her goes up forever and ever. And the 24 elders and the 4 living creatures fell down and worshipped God who was seated on the throne, saying, Amen, Hallelujah. Praise God. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ ബൈബിളിലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരധ്യായമാണ് ഈ 19 അധ്യായം. അതിനുള്ള കാരണങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. ഈ അധ്യായത്തിലാണ് സ്വർഗീയ സന്തോഷം, സ്വർഗീയത്തിലെ ആഘോഷം നാം കാണുന്നതും കേൾക്കുന്നതും. അതിനുള്ള കാരണങ്ങൾ പ്രധാനമായും 3 കാരണങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, മഹതിയാം ബാബിലോണിനെ ദൈവം ന്യായം വിധിച്ചു എന്നുള്ളത്. 2, നമ്മുടെ ദൈവം അല്ലെങ്കിൽ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് ലോകഭരണം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത്. 3-മത്തേത് നമ്മൾ കണ്ടു, കുഞ്ഞാടിന്റെ കല്യാണം വന്നു എന്ന സന്തോഷം. ഈ പ്രധാനപ്പെട്ട 3 സന്തോഷങ്ങൾ. പിന്നീട് നാം കാണുന്നത് നമ്മുടെ കർത്താവിന്റെ ഭൂമിയിലേക്കുള്ള തേജസ്സോടുകൂടിയ മഹത്വത്തോടുകൂടിയ വരവാണ്. അർമഗദോൻ യുദ്ധവും ക്രിസ്തുവിന്റെ ശത്രുക്കളായി അണിനിരന്നവരെ ജീവനോടെ പിടിച്ച് തീപ്പുകയിൽ തള്ളിയിട്ട് നരകത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും 19 അധ്യായത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഈ 19 അധ്യായത്തിന്റെ 11 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 1 അധ്യായത്തിൽ നമ്മൾ കണ്ടതിനോട് ഏകദേശം സമാനമായ ഒരു വിവരണമുണ്ട്. മനസ്സിലായോ? 1 അധ്യായത്തിൽ 13 മുതൽക്കുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ
മഹത്വ ദർശനത്തിന്റെ വിവരണം യോഹന്നാൻ നൽകുന്നുണ്ട്. അതുപോലെയുള്ള ഒരു വിവരണമാണ് നമുക്ക് 19-ാം അധ്യായത്തിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും ക്രിസ്തുവിനെ കുറിച്ച് ഉള്ളത്. ഈ പുസ്തകത്തിൽ തന്നെ, ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അതിമഹത്തായ വെളിപ്പാട് നമുക്ക് കാണാം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ധാരാളം പേരുകളുണ്ട്, വിവിധ പേരുകൾ നമുക്ക് കാണാം. യേശുക്രിസ്തുവിന്റെ സപ്തവർദ്ധിത മഹത്വം നമുക്ക് കാണാം. ഈ അധ്യായത്തിലും നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ഈ 19-ാമത്തെ അധ്യായത്തിൽ പല വിഷയങ്ങളെയാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്ന് നമ്മൾ ഇന്നലെയും കാണുകയുണ്ടായി. ദിസ് ചാപ്റ്റർ ഈസ് കോൾഡ് ഹല്ലേലൂയ ചാപ്റ്റർ. ഹല്ലേലൂയ അധ്യായം എന്നാണ് നാം ഈ അധ്യായത്തെ മനസ്സിലാക്കുന്നത്. നാം അതിവിടെ കാണുന്നുണ്ട്. അപ്പൊ ഈ 4 അധ്യായങ്ങളെ ഗോൾഡൻ ചാപ്റ്റേഴ്സ് ഓഫ് ദ ബൈബിൾ, ബൈബിളിലെ സുവർണ അധ്യായങ്ങൾ എന്നാണ് വിളിക്കുന്നത്. 19, 20, 21, 22 അധ്യായങ്ങളെ ബൈബിളിലെ ഗോൾഡൻ ചാപ്റ്റേഴ്സ് ഓഫ് ദ ബൈബിൾ, ബൈബിളിലെ സുവർണ അധ്യായങ്ങൾ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി. അതിന്റെ പൂർത്തീകരിച്ച് കാണുന്നത് ഈ അധ്യായങ്ങളിലാണ്. These 4 chapters describe about the consummation of Jesus' redemptive work on the cross. യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച വീണ്ടെടുപ്പിന്റെ പദ്ധതിയെ അതിന്റെ സിദ്ധതയിൽ, പൂർണ്ണതയിൽ വരച്ചു കാണിക്കുന്ന അധ്യായങ്ങളാണ് ഈ 4 അധ്യായങ്ങൾ. ഈ 4 അധ്യായങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഒരു എഴുത്തുകാരൻ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: The Christian pilgrims, the soldiers of truth, the bride of the Lamb, find solace and hope and strength to press on the battle of these 4 chapters more than in any other among the 1189 chapters of the Bible. ബൈബിളിലെ 1189 അധ്യായങ്ങളിൽ വെച്ച് ഈ 4 അധ്യായങ്ങളിലാണ് ക്രിസ്തീയ യാത്രക്കാരന്, നമ്മൾ പാട്ട് പാടുന്നത് പോലെ സിയോൻ യാത്രികന്, സത്യത്തിന്റെ പടയാളിക്ക്, കുഞ്ഞാടിന്റെ കാന്തയ്ക്ക് ഏറ്റവും ആശ്വാസവും ധൈര്യവും സമാധാനവും പ്രത്യാശയും ലഭിക്കുന്നത്. ഈ 4 അധ്യായങ്ങളിൽ ക്രിസ്തുവിന്റെ സഭയ്ക്ക് ലഭിക്കുന്ന ആ ശാന്തതയും സ്വസ്ഥതയും പ്രത്യാശയും ഈ ലോക ജീവിതത്തിലെ
പോരാട്ടങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ ക്രിസ്തു സഭയെ സജ്ജരാക്കുന്നു. മറ്റൊരധ്യായങ്ങളിലും കാണാത്തതുപോലെയുള്ള ഊർജ്ജസ്വലത ക്രിസ്തു ഭക്തന് കൈപ്പറ്റുവാൻ കഴിയുന്ന അധ്യായങ്ങളാണ് ഈ അവസാനത്തെ 4 അധ്യായം. അതിൽ നമ്മൾ കാണുന്നു ഹല്ലേലൂയ കോറസ്. ആദ്യം അതിനെക്കുറിച്ച് തന്നെ ഇന്നലെയും നമ്മൾ അല്പം പറഞ്ഞെങ്കിൽ കൂടെ അല്പവും കൂടെ വിശദീകരിച്ച് പറയുവാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ കോറസ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ 18ാമത്തെ അധ്യായത്തിൽ കണ്ടു ഭൂമിയിലെ രാജാക്കന്മാരും വ്യാപാരികളും സമുദ്ര സഞ്ചാരികളും കപ്പൽ ഉടമകളും എന്ന് വേണ്ട ഭൂമിയിലെ മനുഷ്യരെല്ലാവരും വിലപിക്കുന്ന ഒരു വിലാപമാണ്. എന്നാൽ അതിൻ്റെ നേരെ വിപരീതമായി നാം ഇവിടെ കാണുന്നത് ഒരു വലിയ ആഘോഷമാണ്. Despite or in spite of the mourning, crying and weeping in chapter 18 by the earthly people, in this chapter of 19 we see a divine, a heavenly celebration. A heavenly celebration. അതാണ് നാം ഇവിടെ കാണുന്നത്. പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. 19ന്റെ 1ാമത്തെ വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. 19:1 once again please. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. സ്വർഗത്തിൽ നമ്മള് 18ാമത്തെ അധ്യായത്തിന്റെ 20ാമത്തെ വാക്യത്തിൽ വായിച്ചിരുന്നു. സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പി. സ്തോത്രം. Here in 19 verse 1 we have a multitude, a great multitude of people celebrating, shouting hallelujah. 19ന്റെ 1 നമ്മൾ കാണുന്നത് ഒരു വലിയ പുരുഷാരം, അല്ലെ? ഒരു വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം. ഈ വലിയ പുരുഷാരം സ്വർഗത്തിൽ നിന്നുള്ള ഒരു ആഘോഷമായിട്ടാണ്, ഒരു പ്രഘോഷണമായിട്ടാണ്, ഒരു പാട്ടായിട്ടാണ് കേൾക്കുന്നത്. ഇത് ആരൊക്കെയാകാം? 18ന്റെ 20 നമ്മൾ കേട്ടു, സ്വർഗമേ എന്ന് വിളിച്ചുകൊണ്ട് ആനന്ദിക്കാൻ പറയുന്ന ഒരു പ്രബോധനം. അവിടെ ദൈവത്തിന്റെ വിശുദ്ധ അപ്പോസ്തലന്മാരും പിന്നെ പ്രവാചകന്മാരും, അല്ലെ? വിശുദ്ധന്മാരുമുണ്ട്. അപ്പോൾ ഈ ഘോഷം സ്വർഗത്തിലെത്തിയ വിശുദ്ധന്മാരിൽ നിന്നുമാണ്. നാം അവരെ കുറിച്ച് ഇതിനോടകം തന്നെ 4ാം അധ്യായത്തിൽ കണ്ടു. 4 ജീവികൾ ഉൾപ്പെടുന്ന സ്വർഗീയ ദൂതന്മാരുടെ ഒരു സംഘം, 24 മൂപ്പന്മാരടങ്ങുന്ന വിശുദ്ധന്മാരുടെ ഒരു സംഘം. അതിനകത്ത് പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഉൾപ്പെടുന്നു. 12 എന്ന നിലയിൽ നാം അങ്ങനെയാണ് കണ്ടത്. അതിനുശേഷം 5ാമത്തെ അധ്യായത്തിലും, വെളിപ്പാട് 5ാമത്തെ അധ്യായത്തിലും വേറെ ഒരു പറ്റം എണ്ണമറ്റ ദൂതസഞ്ചയത്തെ നമ്മൾ കാണുന്നുണ്ട്. 4ാം അധ്യായത്തിൽ 4 ജീവികൾ,
5-ാം അധ്യായത്തിൽ എണ്ണമറ്റ മറ്റൊരു ദൂതസംഘം, 24 മൂപ്പന്മാർ, അതായത് പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ എന്ന് അർത്ഥം. അതുകൂടാതെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 4 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ 1,44,000 മുദ്രിതഗണം. 7-ാം അധ്യായം 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ ഇന്യൂമറബിൾ സെയിൻസ് എന്ന് വെച്ചാൽ മഹാപീഡന കാലത്തെ എണ്ണമറ്റ വിശുദ്ധഗണം. എണ്ണമറ്റ വിശുദ്ധഗണം. ഇവരെല്ലാവരും കൂടെ ചേർന്ന് പാടുന്ന ഒരു പാട്ടാണ് 19:1 നാം കാണുന്നത്. അപ്പോൾ കുറഞ്ഞ പക്ഷം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും 4 companies. Even if we subtract 1 company of the angels, we have 3 companies of humans: the Old Testament saints, the New Testament saints, and the tribulation saints. 4 സംഘങ്ങളെ നമുക്ക് ഇവിടെ കാണാം. അതിൽ ഒന്ന് ദൂതന്മാരുടെ സംഘമാണ്. ഇനി നമുക്ക് തൽക്കാലം അവരെ മാറ്റി നിർത്തിയാൽ കൂടെ 3 വിശുദ്ധന്മാരുടെ സംഘങ്ങൾ, 3 മനുഷ്യരിൽ നിന്നുള്ള വിശുദ്ധന്മാരുടെ സംഘങ്ങൾ ഈ പാട്ട് പാടുന്നതായി, ഈ കോറസ് പാടുന്നതായി കാണാം. വളരെ സരളമാണ്. പഴയ നിയമ വിശുദ്ധന്മാർ, 2 പുതിയ നിയമ വിശുദ്ധന്മാർ, 3 മഹോപദ്രവകാല വിശുദ്ധന്മാർ അല്ലെങ്കിൽ മഹാപീഡനകാല വിശുദ്ധന്മാർ. ഇവരെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 4-ാം അധ്യായം, 5-ാം അധ്യായം, 7-ാം അധ്യായം. ഈ 3 അധ്യായങ്ങളിലായി തന്നെ നമുക്ക് ഈ 3 കൂട്ടരെ കാണുവാൻ സാധിക്കുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ട് വിശദീകരണം ആവശ്യമില്ലായിരിക്കുമല്ലോ. ഈ 3 കൂട്ടം വിശുദ്ധന്മാരും കൂടെ ഒരുപക്ഷെ ദൂതസഞ്ചയത്തോടൊപ്പം ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് പാടുക. ദൂതന്മാർക്കും മനുഷ്യർക്കും അല്ലെങ്കിൽ വിശുദ്ധന്മാർക്കും കൂടെ ഒരുമിച്ച് പാടുവാൻ കഴിയുന്ന പാട്ടുകളാണ് ദൈവത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച്, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനത്തെക്കുറിച്ച്. ഇന്നലെയും നമ്മൾ വായിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. പിന്നെ ദൈവത്തിന്റെ നിസ്തുലമായ അനുപമമായ ശക്തിയെക്കുറിച്ച്, ദൈവത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നീതിയെക്കുറിച്ച്. ഓക്കെ, സോ ബോത്ത് the angelic beings and human beings can get together in singing all these attributes of God except one, that is love of God. ദൈവസ്നേഹം ഒഴികെ മറ്റെല്ലാ ദൈവീക സ്വഭാവങ്ങളെക്കുറിച്ചും ദൂതന്മാർക്കും മനുഷ്യർക്കും ഏറ്റുപാടുവാൻ, ഒരുമിച്ച് പാടുവാൻ കഴിയും. ദൂതന്മാർക്കും സ്നേഹത്തെക്കുറിച്ചും ക്രൂശിലെ യാഗത്തെക്കുറിച്ചും പാടാൻ പറ്റും. 5-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ ഇന്നവരെയൊക്കെ വിലയ്ക്ക് വാങ്ങി,
നിന്റെ പിതാവായ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി അവരൊക്കെ ഭൂമിയിൽ വാഴുന്നു എന്ന പുതിയ പാട്ട് ദൂതന്മാർക്കും പാടാം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ പാടുന്നത് അവരെ വാങ്ങിയെന്നല്ല, ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. എന്നെ വിലയ്ക്ക് വാങ്ങി, എന്നെ അങ്ങ് സ്നേഹിച്ചു. ആ സ്നേഹഗാനം പാടാൻ നമുക്ക് മാത്രമേ പറ്റൂ. അതൊഴികെ ബാക്കിയുള്ള ദൈവത്തിന്റെ ന്യായവിധികളെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച്, ജ്ഞാനത്തെക്കുറിച്ചൊക്കെ സ്വർഗീയ സേനയോടൊപ്പം നമുക്കും ഏറ്റുപാടാം. ഇവിടെ അങ്ങനെയുള്ള ഒരു ഏറ്റുപാടലും നടക്കുന്നുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയാണ് 4 കമ്പനീസ്, 4 ഗ്രൂപ്പുകൾ, 4 കൂട്ടർ എന്ന് നമ്മൾ പറഞ്ഞത്. സ്വർഗീയ ദൂത സൈന്യം, പഴയ നിയമ വിശുദ്ധന്മാർ, പുതിയ നിയമ വിശുദ്ധന്മാർ, മഹാപീഡനകാല വിശുദ്ധന്മാർ. അതിൽ ആദ്യത്തെ കൂട്ടർ ദൂത സൈന്യമാണ്. എന്നാൽ 2, 3, 4 വകുപ്പിൽപ്പെടുന്നത് മനുഷ്യരാണ്. ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അർത്ഥം ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ. ഹല്ലേൽ എന്ന് പറഞ്ഞാൽ ടു പ്രൈസ്, സ്തുതിക്കുക, സ്തുതിക്കുവീൻ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഹല്ലേൽ യാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു യഹോവ, യാഹാം, ദൈവം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക എന്ന് അർത്ഥമാണ്. തർജ്ജമ ചെയ്യാതെ എല്ലാ ഭാഷകളിലേക്കും അങ്ങനെ തന്നെ പകർത്തി എഴുതിയിരിക്കുന്ന പദം, പകർത്തി എഴുതിയിരിക്കുന്ന പദം. അതാണ് നാം ഇവിടെ ഹല്ലേലൂയ പാടുന്നത്. 4 പ്രാവശ്യം നാം ആ പാട്ട് അല്ലെങ്കിൽ ആ ഒരു കോറസ് കാണുന്നുണ്ട്. നാല് പ്രാവശ്യം നാം അത് കാണുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പ്രധാനമായും ഹല്ലേലൂയ, ഓസന്ന, ആമീൻ, ഈ പദങ്ങളാണ് തർജ്ജമ ചെയ്യാതെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഭാഷകളിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഹല്ലേലൂയ നാം ഇവിടെ കാണുന്നത് ഹല്ലേലൂയ എന്ന ആ ഒരു പാട്ട് പ്രത്യേകിച്ച് നാം കാണുന്നുണ്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. Luke 13:29. And people will come from east and west, and from north and south, and recline at table in the kingdom of God. സ്വർഗത്തിൽ പലയിടങ്ങളിൽ നിന്നും വരുന്ന ബഹുപുരുഷാരം ഉണ്ടായിരിക്കും എന്ന സൂചനയാണ് ഇവിടെ ഉള്ളത്. 4 ദിക്കുകളിൽ നിന്നും, ഫ്രം ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, നോർത്ത് ആൻഡ് സൗത്ത്, നാനാ ദിക്കുകളിൽ നിന്നും, സമൂഹത്തിന്റെ എല്ലാ തുറകളിൽ നിന്നും. യേശു കർത്താവ് മറ്റു പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ചുങ്കക്കാരിൽ നിന്നും പാപികളിൽ നിന്നും ഒക്കെ ആൾക്കാർ എന്ത് ചെയ്യും? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും.
അപ്പൊ ഇവരെല്ലാവരും കൂടെ ചേർന്ന് പാടുന്ന പാട്ടായിട്ടാണ് നമുക്ക് 19-ന്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. മത്തായി 8-ന്റെ 11-ാമത്തെ വാക്യത്തിലും നമുക്ക് ഇത് കാണുവാൻ സാധിക്കുന്നുണ്ട്. സങ്കീർത്തനം 22-ന്റെ 27, 30, 31 വാക്യങ്ങളിലുമുണ്ട്. സാംസ് 22:27. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും, ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും. 30-ഉം 31-ഉം കൂടെ. ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. ദൈവത്തിന്റെ നീതിയെ വർണ്ണിക്കുവാൻ കൂടി വരുന്ന വലിയൊരു പുരുഷാരത്തെ കുറിച്ചാണ്. യെശയ്യാ 53-ാം അധ്യായത്തിലും നമ്മൾ തിരുവത്താഴത്തിനും ക്രൂശിനെ പ്രസംഗിക്കുമ്പോഴുമൊക്കെ കാണുന്ന ഒരു കാര്യം. 53-ന്റെ 10-11 കൂടെ വായിച്ചാട്ടെ. ഐശയ്യാ 53:10-11. Yet it was the will of the Lord to crush him. He has put him to grief. When his soul makes an offering for guilt, he shall see his offspring. He shall prolong his days. The will of the Lord shall prosper in his hand. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്താൽ യഹോവയുടെ ദാസൻ എന്ന നിലയിൽ, സഫറിംഗ് സെർവന്റ്, കഷ്ടം അനുഭവിക്കുന്ന ദാസൻ എന്ന നിലയിൽ ക്രിസ്തു മരിക്കും. മരിച്ചിട്ട് ആ മരണത്തിന്റെ ഫലം അവൻ കാണും എന്ന് നാം അവിടെ കാണുന്നു. എന്താ ആ മരണത്തിന്റെ ഫലം? ദൈവത്തിന്റെ നീതിയെ അവൻ അത് നിവർത്തിച്ചിരിക്കുന്നെന്ന് പാടും. ദൈവത്തിന്റെ നീതിയെ കുറിച്ച് പാടും. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ നീതിയെ കുറിച്ചാണ് പാടുന്നത്. ദൈവത്തിന്റെ നീതി എന്താണെന്ന് നമുക്കറിയാമല്ലോ, മറന്നിട്ടില്ലായിരിക്കും. റൈച്ചസ്നെസ് ഓഫ് ഗാഡ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന് ശിക്ഷ വിധിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം, പാപത്തെ ശിക്ഷിക്കാതെ വിടാത്ത ദൈവത്തിന്റെ സ്വഭാവം, അതാണ് ദൈവത്തിന്റെ നീതി. ആ നീതി ദൈവം ഏറ്റവും ഉദാത്തമായി പ്രദർശിപ്പിച്ചത് ക്രൂശിലാണ്. അവിടെ മാത്രം കൊണ്ട് പ്രദർശിപ്പിച്ച് നിർത്തിയില്ല. ഇവിടെ വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങളിലേക്ക് വരുമ്പോഴും ദൈവം നീതിമാനാണെന്ന് പാപത്തെ ശിക്ഷ വിധിച്ചുകൊണ്ട് വെളിപ്പെടുത്തുന്നു. അപ്പോൾ ആ ദൈവത്തിന്റെ നീതി എന്ന സ്വഭാവമാണ് വിശുദ്ധന്മാർക്ക് ഇവിടെ ഹല്ലേലൂയ പാടാൻ, ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കാരണമായി തീരുന്നത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ ഹല്ലേലൂയയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ചില വേദഭാഗങ്ങളിലൊക്കെ യഹോവയെ സ്തുതിപ്പീൻ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ചില ഇംഗ്ലീഷ് ബൈബിളുകളിൽ ബ്ലസ് ദ ലോർഡ് എന്നാണുള്ളത്. ബ്ലസ് ദ ലോർഡ് എന്നുള്ളതിന്റെ അർത്ഥവും നമുക്കറിയാം, ദൈവത്തെ വാഴ്ത്തുക എന്നാണ്. വേദപുസ്തകത്തിൽ ഏതാണ്ട് 28 പ്രാവശ്യമാണ് ഹല്ലേലൂയ എന്ന പദം കാണുന്നത്. 28 times.
28 പ്രാവശ്യം. ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ 24 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 4 പ്രാവശ്യം. In the Old Testament 24 times and the New Testament 4 times hallelujah is found. അതിനെക്കുറിച്ച് സംഖ്യാശാസ്ത്ര പ്രകാരം ചിലർ പറയുന്നത് 28 means 7 into 4. ദൈവിക സിദ്ധതയുടെ പൂർണ്ണതയുടെ സംഖ്യയായിട്ട് 7 കാണുന്നു. 4 എന്നുള്ളത് യൂണിവേഴ്സാലിറ്റി, സാർവത്രികതയെ കുറിക്കുന്നു. 4 ദിക്കുകൾ, അത് സർവലോകത്തെയും കുറിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അതൊരു സംഖ്യാശാസ്ത്രം എന്നേ ഉള്ളൂ കേട്ടോ, ഉപദേശമൊന്നുമല്ല. സർവലോകവും ദൈവത്തിന്റെ പരിപൂർണതയെ സ്തുതിക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് ബൈബിളിൽ 28 പ്രാവശ്യം ഹല്ലേലൂയ എന്ന പദത്തിന്റെ സൂചന അല്ലെങ്കിൽ അതിന്റെ പകർപ്പ് നമ്മൾ കാണുന്നത്. നമുക്കറിയാമല്ലോ, ചില സങ്കീർത്തനങ്ങളെ ഹല്ലേലൂയ അല്ലെങ്കിൽ ഹല്ലേൽ സാംസ് എന്നാണ് വിളിക്കാറുള്ളത്. ഹല്ലേൽ സാംസ്. ഹല്ലേലൂയ എന്ന പദം കൊണ്ട് തുടങ്ങുന്ന ചില സങ്കീർത്തനങ്ങളെയാണ് ഹല്ലേൽ സാംസ് എന്ന് വിളിക്കാറുള്ളത്. യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് 103-ാമത്തെ സങ്കീർത്തനം മുതൽ അങ്ങോട്ട് നാം കാണുന്ന ചില സങ്കീർത്തനങ്ങളാണ്. അവയെ ഹല്ലേൽ സാംസ് എന്ന് വിളിക്കാറുണ്ട്. ഹല്ലേലൂയ എന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ദൈവത്തെ സ്തുതിക്കുക. പണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യോത്തര വേളയിലായിരുന്നു നമ്മൾ പ്രൈസ് ദ ലോർഡ് പാസ്റ്റർ എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ അന്ന് ചർച്ച ചെയ്തത്. പ്രൈസ് ദ ലോർഡിന്റെ അർത്ഥം എന്താണെന്നൊക്കെ. പ്രൈസ് ബി ടു ഗാഡ്, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തുതി. ദൈവത്തെ സ്തുതിക്കുക എന്ന ആഹ്വാനം ഹല്ലേലൂയയുടെ അർത്ഥം, പ്രൈസ് ദ ലോർഡിന്റെ അർത്ഥം യു പ്രൈസ് ദ ലോർഡ് എന്നാണ്. ഞാനിപ്പം വർക്കിച്ചാണ്ട് പറയുകയാണ് പ്രൈസ് ദ ലോർഡ് അച്ചാ എന്ന് പറഞ്ഞാൽ അച്ചായൻ ദൈവത്തെ സ്തുതിക്കാൻ, യഹോവയെ സ്തുതിക്കുക, യാഹിനെ സ്തുതിക്കുക. അതിനേക്കാൾ ഉത്തമം പ്രൈസ് ബി ടു ഗാഡ് എന്ന് പറയുന്നതാണ് നമ്മൾ സംബോധന ചെയ്യുമ്പോൾ എന്നുള്ളതും നമ്മൾ അന്ന് പഠിച്ച കാര്യം. ഇവിടെ ഹല്ലേലൂയ അത് സ്വർഗീയ ഭാഷയാണ്. മനുഷ്യരുടെ ഭാഷയിലേക്ക് അത് തർജ്ജമ ചെയ്തിട്ടേ ഇല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും നമ്മൾക്ക് ഇതേ ഭാഷ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഇത് സ്വർഗീയ ഭാഷ മാനുഷ്യ ഭാഷയിലേക്ക് തർജ്ജമപ്പെടുത്താതെ തന്നെ അങ്ങനെയേ നമുക്ക് തന്നിരിക്കുന്നു.
അതിനോടനുബന്ധിച്ച് ഈ ഹല്ലേലൂയായോട് അനുബന്ധിച്ച് തന്നെ നമ്മൾ കാണുന്നത് 4-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. ആമീൻ എന്ന ഒരു പ്രയോഗം ഇവിടെ കാണും. ഇന്ന് പാശ്ചാത്യ സംസ്കാരത്തിന്റെ തിരത്തള്ളലിൽ നമ്മുടെ ആമീനൊക്കെ ഐമീനായിട്ടൊക്കെ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായി കാണുമല്ലോ. ഐമീൻ ഒന്നുമല്ല, ആമീൻ എന്ന് തന്നെ പറയുന്നതാണ് ഉത്തമം. ആമീൻ. സാത്താനോടും കർത്താവിനോടും ഒക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കാനാ പലർക്കും താല്പര്യം. മലയാളം പോലും ശരിക്കറിയാൻ വയ്യാത്തവര് യെസ് 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 എന്ന് പറയുന്നത് കേൾക്ക്. എന്തിനാ യെസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ സാത്താനോട് പറയുമ്പോൾ സാത്താനും ഇംഗ്ലീഷാ കൂടുതൽ വശമെന്ന് തോന്നുന്നു. IELTS ഒക്കെ പാസ്സാണെന്ന് തോന്നുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നും ഐ കമാൻഡ് എന്നും ഒക്കെ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവര് പോലും പറയുന്നത് കേൾക്കാം, പ്രാർത്ഥനയിൽ പോലും. ഇനി അതോ അവന് ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തത് കൊണ്ട് വേറെ എന്തോ ആണെന്ന് തെറ്റിദ്ധരിച്ച് പോകുമെന്ന് കരുതിയാണോ? അത് പറഞ്ഞുകൂടാ. അപ്പം ആമീന്റെ കാര്യം ഞാൻ പറഞ്ഞതാ. ആമീനും അങ്ങനെ തന്നെ നമുക്ക് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തു തന്നിരിക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്യാതെ അങ്ങനെ തന്നെ അടർത്തി എഴുതി തന്നിരിക്കുക. ആമീന്റെ അർത്ഥം നമുക്കറിയാമല്ലോ, സോ ബി ഇറ്റ്, സോ ബി ഇറ്റ്, അപ്രകാരം തന്നെ. എ ഗ്രേറ്റസ്റ്റ് വേർഡ് ഓഫ് എഗ്രിമെന്റ്. ആ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സംഖ്യാപുസ്തകം 5:22 ആദ്യത്തെ ആമീൻ കാണുന്നത്. ഫസ്റ്റ് occurrence of ആമീൻ ഈസ് ഇൻ നമ്പേഴ്സ് 5:22. ഒന്ന് വായിച്ചോളൂ എടുത്തെങ്കിൽ. ശാപകരമായ ഈ വെള്ളം നിന്റെ കുടലിൽ ചെന്ന് നിന്റെ ഉദരം വീർപ്പിക്കുകയും നിന്റെ നിതംബം ക്ഷയിപ്പിക്കുകയും ചെയ്യും എന്ന് പറയണം. അതിന് സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം. ആദ്യമായിട്ട് ആമീൻ ഇവിടെയാണ് കാണുന്നത്. നമുക്ക് ആവർത്തന പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ 12 പ്രാവശ്യം ഈ പദം ആമീൻ ആമീൻ എന്ന് കാണാം. Deuteronomy chapter 27, 15-26. There we have 12 occurrences of this word ആമീൻ. 12 പ്രാവശ്യം ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. A word of agreement or obedience. ഈ ആമീൻ എന്ന് പറഞ്ഞാൽ യോജിപ്പിന്റെ, അനുസരണത്തിന്റെ പ്രതീകമാണ്. ഞാൻ അനുസരിക്കുന്നെന്നോ, ഞാൻ ഏറ്റെടുക്കുന്നെന്നോ, ഞാൻ അതിനോട് യോജിക്കുന്നെന്നോ ഒക്കെയാണ് അതിന്റെ അർത്ഥം. ഇതാണ് ആമീൻ എന്നതിന്റെ അർത്ഥം. 1 കൊരിന്ത്യർ 14:16 വാക്യവും കൂടെ അവിടെയും ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത. 1 Corinthians 14:16. ആത്മമരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമേൻ പറയും? ആമേൻ പറയും.
അപ്പോൾ ഇവിടെ ഹല്ലേലൂയ എന്ന പദവും ആമീൻ എന്ന പദവുമാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് 19:1 ഹല്ലേലൂയ പാടുന്ന ആ പുരുഷാരം, ആ സംഘം ആരൊക്കെയാണെന്നും നമ്മൾ ചെറുതായിട്ട് ഒന്ന് നോക്കി. അതും നാം ഇവിടെ കാണുകയുണ്ടായി. ഇത് മഹാഘോഷം പോലെ, അതായത് ദൈവത്തെ നാം സ്തുതിക്കുന്നത് ഉച്ചസ്വരത്തിലാകാം. ഈ ഒരു കാലം വന്നപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നത്, ഉച്ചത്തിൽ സ്തുതിക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണ് കൂടുതലും. പെന്തക്കോസ്ത് സഭകളിലും അങ്ങനെയായി കൊണ്ടിരിക്കുന്നു. ഈ ഉച്ചസ്വരം ഒന്ന് നമ്മുടെ ഉള്ളിലെ സന്തോഷത്തിന് അനുസരിച്ച് ഉയരാം. 2, ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ചും ഇത് ഉയരണം. ചിലരൊക്കെ പറയുന്നത് പോലെ ദൈവത്തിന് ചെവി കേൾക്കാൻ വയ്യാത്തത് കൊണ്ടൊന്നുമല്ല നമ്മൾ ഉച്ചസ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത്. ഈ 2 കാര്യങ്ങളാണ് നാം ഹല്ലേലൂയ പറയുന്നതിലും ദൈവത്തെ സ്തുതിക്കുന്നതിലും ഉച്ചസ്വരം എടുക്കേണ്ടതിന്റെ ആവശ്യമില്ല. ഒന്ന്, നമ്മുടെ സന്തോഷത്തിന്റെ പരിധി, സന്തോഷത്തിന്റെ അളവനുസരിച്ച് നമ്മുടെ ശബ്ദമുയരും. 2, നാം സ്തുതിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിനൊത്ത്. ഇത് രണ്ടും മനസ്സിലാക്കി നാം ദൈവത്തെ സ്തുതിക്കണം. ഇത് നിർബന്ധത്താലല്ല ചെയ്യേണ്ടത്. നമ്മൾ സ്വയം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ് വേണ്ടത്. പണ്ടൊരിക്കൽ കാനവച്ചൻ പറഞ്ഞു, എബ്രായ ലേഖനം എടുത്തുകൊണ്ട്, ഹൃദയഫലമെന്ന സ്തോത്രയാഗം, ഹൃദയഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കാൻ അധരഫലം, ഹൃദയഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കാനല്ല ബൈബിൾ പറയുന്നത്, അധരഫലമെന്ന സ്തോത്രയാഗം. ഗുഡ്. അപ്പൊ കാനവച്ചൻ പറഞ്ഞ അതാണ്, നിങ്ങൾ വാ തുറന്ന് സ്തോത്രം ചെയ്യണമെന്ന്. ഹൃദയഫലമല്ല, അധരഫലം. നമ്മുടെ കൂടിവരവുകളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ, ശബ്ദമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ തീർച്ചയായും നാം ശബ്ദത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കേണ്ടതുണ്ട്. ശബ്ദമെടുക്കണം. നാം ശബ്ദം എടുക്കുന്നില്ലെങ്കിൽ, സാഹചര്യങ്ങളില്ലെങ്കിൽ അത് വേറെ കാര്യം. ഇപ്പോൾ ഒരു ആശുപത്രിയിൽ ഞങ്ങളൊക്കെ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ആശുപത്രിയിലൊക്കെ പോയി രോഗികളെയൊക്കെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് സഭായോഗത്തിന്, കൺവെൻഷനും പ്രാർത്ഥിക്കുന്നത് പോലെ സ്തോത്രം 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 ഉച്ചത്തിൽ പറഞ്ഞ് ഭയങ്കര ശബ്ദത്തിൽ നിന്ന് പ്രാർത്ഥിക്കരുത്. അവിടെ നിൽക്കുന്ന ആ ബഡ്ഡയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ രോഗിക്ക് മാത്രം കേൾക്കത്തക്കതുപോലെ ശബ്ദം താഴ്ത്തിയേ പ്രാർത്ഥിക്കാം. അതുപോലെ ഏതെങ്കിലും വലിയ അസ്വസ്ഥതകളാൽ ഭാരപ്പെടുന്നവരുടെ വീടുകളിൽ പോയാലും ഉച്ചത്തിലൊന്നും പ്രാർത്ഥിക്കരുത്, ശബ്ദം താഴ്ത്തിയേ പ്രാർത്ഥിക്കാം. അതുപോലെ വല്ല മരണ വീട്ടിലും പോയാൽ, വല്ല ദുഃഖ വീട്ടിലും പോയാൽ, കർത്താവേ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം എന്ന് പറയരുത് എന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നാം ശബ്ദം തീർച്ചയായും താഴ്ത്തുക. അവിടെയൊക്കെ പ്രാർത്ഥനയാ, അവിടെ സ്തുതി അല്ലല്ലോ.
എന്നാൽ സഭായോഗങ്ങളിൽ നാം കൂടി വരുമ്പോൾ നമുക്ക് ശബ്ദമെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഉച്ചസ്വരത്തിൽ ഇവിടെ നാം കാണുന്നത് പോലെ ദൈവത്തെ സ്തുതിക്കണം. അതിന്റെ 3-4 പ്രത്യേകതകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗങ്ങൾ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ചിന്തിക്കാം. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? പക്ഷെ നമ്മൾ ഈ ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് സ്വോത്രം ഹല്ലേലൂയ പറയിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഒരിക്കലും ഇല്ല. അതുകൊണ്ട് പ്രയോജനമില്ല. ഉപദേശിക്കാം. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ ദൈവത്തെ ഉച്ചത്തിൽ നാം സ്തുതിക്കണം, ഇന്നതിനാണ് കാരണമെന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാം തീർച്ചയായിട്ടും. അതല്ലാതെ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയപ്പോഴും അവിടെ ഒരാള് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ പറഞ്ഞു പോരാ. അപ്പൊ ഇച്ചിരൂടെ ഒച്ചത്തിൽ പറഞ്ഞു പോരാ. ഒരു 3-4 പ്രാവശ്യം പോരാ പോരാ പോരാ. ഇത് തെറ്റാണ്. അത് പാടില്ല. അതിന്റെ ആവശ്യമില്ല. നമ്മൾ സഭയെ, ദൈവമക്കളെ പറഞ്ഞ് തീർച്ചയായും ദൈവത്തെ സ്തുതിക്കേണ്ടതിന്റെ ആവശ്യകത, എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം, ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാം. പക്ഷെ ഇങ്ങനെ പോരാ, ഒന്ന് ഇപ്പോൾ ഒരു ശൈലിയാണ്. ഒരു 2 സെക്കൻഡ് എല്ലാവരും, ഒരു 30 സെക്കൻഡ് എല്ലാവരും ഒന്ന് സ്തുതിച്ചാട്ടെ, ഒരു 30 സെക്കൻഡ് എല്ലാവരും കൈകളെ തട്ടി ഒന്ന്. ഈ 30 സെക്കൻഡ് നോക്കിക്കൊണ്ടിരിക്കാനാണോ? അതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിപ്പില്ല. ആദ്യമൊക്കെ ഒരുമുറിയും ആൾക്കാരെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഇപ്പം പല പ്രസംഗകരും അങ്ങനെയായി. ഒരു 30 സെക്കൻഡ്, ഒരു 20 സെക്കൻഡ്. ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. അത് അവരവർക്ക് ദൈവത്തോട് തോന്നുന്ന ആവേശത്തിലോ സന്തോഷത്തിലോ വികാരത്തിലോ ഒക്കെ ദൈവത്തെ സ്തുതിച്ചോട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതല്ലാതെ സ്തുതിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് തെറ്റാണ്. അത് പാടില്ല. മറ്റൊന്നും ഇല്ല എന്ന് തോന്നുന്നു. എങ്കിൽ നാമും ഈ പറയപ്പെട്ടതുപോലെ ദൈവത്തെ സ്തുതിക്കുന്നവരും മഹത്വപ്പെടുത്തുന്നവരുമായി പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ബലത്തോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം ദൈവത്തെ സ്തുതിക്കുന്നവരായി പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.